നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജുജുത്സു കൈസൻ ഷിൻജുക്കു ഷോഡോൺ ആർക്കിന്റെ അടുത്തൊരു എപ്പിസോഡ് ആയിട്ടാണ്. മുന്നത്തെ വീഡിയോയും കണ്ടിട്ടില്ലെങ്കിൽ വേഗം പോയി കണ്ടിട്ട് വരിക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. കഴിഞ്ഞ എപ്പിസോഡിന്റെ എൻഡിങ് സീനിൽ തന്നെ ഗോജോ എൻ്റെ അടുത്ത് ഒരു പുതിയ ടെക്നിക്ക് ഉണ്ട്, ഞാനത് യൂസ് ചെയ്യാൻ പോകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ്റെ പുതിയ ടെക്നിക്ക് അവൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊരു ഡൊമൈനാണ്. ഈ ഡൊമൈൻ എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു ബോളാണ്. ഈ ഡൊമൈൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ സുക്കനേൻ്റെ ആ ഡൊമൈൻ എക്സ്പെൻഷൻ ഇത് നള്ളിഫൈ ചെയ്ത് കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോജോയ്ക്കും സുക്കനയ്ക്കും നല്ല രീതിയിൽ തന്നെ ഡാമേജ് പറ്റുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് തിരിച്ചു വീകുന്നുണ്ട്. അങ്ങനെ സുഖനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇവനോട് ഇനി ഇങ്ങനെ കളിച്ചാൽ ശരിയാകില്ല എന്ന് പറഞ്ഞിട്ട് അവൻ ഡയറക്റ്റ് ഫീൽഡിലേക്ക് ഇറങ്ങാൻ പോകുന്നുണ്ട്. അങ്ങനെ അവൻ വീണ്ടും പഴയതുപോലെ തന്നെ ബിൽഡിങ്ങിന് മുകളിൽ ചാടിയിട്ട് ഗോജോയ്ക്ക് അറ്റാക്ക് കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഗോജോയ്ക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമുണ്ട്, ഇതുവരെ നമ്മുടെ മിഗുമിന്റെ ഒരു പവറും സുഖന ഇതുവരെ ഗോജോയ്ക്കെതിരെ എടുത്തിട്ടില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് ഗോജോയുടെ മൂക്കിൽ നിന്ന് ബ്ലഡ് വീഴുന്നുണ്ട് നന്നായിട്ട് തന്നെ. ഈ ഒരു കാര്യം നമ്മുടെ യൂട്ട കാണുന്നുണ്ട്. നമ്മുടെ യൂട്ട അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് തന്നെയാണ് ഇവർ വീണ്ടും ഡൊമൈൻ എക്സ്പാൻഷൻ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും ഒരേ പവർഫുൾ ആയതുകൊണ്ട് തന്നെ ആ ഡൊമൈൻ അവിടെ വെച്ച് തന്നെ നള്ളിഫൈ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ വീണ്ടും രണ്ടുപേർക്ക് ഒരേപോലെ തന്നെ ഡാമേജ് പറ്റുന്നുണ്ട്. അങ്ങനെ ഇവർ വീണ്ടും മൂന്നാം വട്ടം ഈ ഡൊമൈൻ എക്സ്പാൻഷൻ ഓൺ ആക്കുന്നുണ്ട്. ഇവർ വെറുതെ ഡൊമൈൻ എക്സ്പാൻഷൻ ഓൺ ആക്കാനില്ലാണ്ട് ഇതുകൊണ്ട് വേറൊരു ഗുണം ഇവർക്ക് തമ്മിൽ കിട്ടുന്നില്ല. അതിനിടയ്ക്കാണ് നമ്മുടെ യൂട്ടയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നത്, നമ്മുടെ ഗോജോ ഇതിന്റെ മുന്നേ ചെറിയൊരു ബോൾ പോലെ ഒരു ഡൊമൈൻ എക്സ്പാൻഷൻ ഓൺ ആക്കിയിട്ടില്ലായിരുന്നോ? അതേപോലത്തെ ഒരു ഡൊമൈൻ എക്സ്പെൻഷൻ ഈ ഒരു സുക്കിന ഓൺ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മുടെ ഗോജോ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഗോജോ പറയുന്നുണ്ട്, എടാ സുക്കിന, നീ നിൻ്റെ ഡൊമൈൻ എക്സ്പെൻഷൻ ഹീൽ ചെയ്ത് നിന്നെ ഹീൽ ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ, അതായത് ഇതിനെക്കാട്ടും 0.1 സെക്കൻഡ് മുന്നേ തന്നെ ഞാൻ എൻ്റെ ഡൊമൈൻ എക്സ്പെൻഷൻ ഓൺ ചെയ്ത് എന്നെ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ ടൈമിൽ തന്നെ ഗോജോ അവൻ്റെ ഇൻഫിനിറ്റി വോയിഡ് നേരെ തന്നെ ഓൺ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ തന്നെ നമ്മുടെ സുക്കിനിക്ക് നല്ല രീതിയിൽ തന്നെ ഡാമേജ് കിട്ടുന്നുണ്ട്. അവൻ ചോര തുപ്പുന്നുണ്ട്. അങ്ങനെ സുക്കിനിൻ്റെ ആ ഡൊമൈൻ എക്സ്പെൻഷൻ അവിടെ നിന്ന് വെച്ച് തന്നെ ഗോജോ ഇല്ലാതാക്കുന്നുണ്ട്. അങ്ങനെ സുക്കിനിക്ക് മനസ്സിലാകുന്നുണ്ട് ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലാതെ അവൻ അപ്പോൾ തന്നെ മഹാരോഗനെ സമൻ ചെയ്യുന്നുണ്ട്. ഈ മഹാരോഗ വന്ന ആ ടൈമിൽ തന്നെ ഗോജോ അവൻ്റെ ഇൻഫിനിറ്റി ബോയിഡ് ക്യാൻസൽ ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം ഈ ഒരു മഹാരോഗ പെട്ടെന്ന് തന്നെ ഇവൻ്റെ ഇൻഫിനിറ്റി ബോയിഡിനെ അഡാപ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗോജോ അവൻ്റെ ഇൻഫിനിറ്റി ബോയിഡ് ക്യാൻസൽ ചെയ്യാൻ നോക്കിയ അതേ ടൈമിൽ തന്നെ മഹാരോഗ അവൻ്റെ ഇൻഫിനിറ്റി ബോയിഡിനെ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മഹാരോഗ വളരെ സ്പീഡിയാണ്, അത്രയ്ക്കും പവർഫുള്ളാണ്. അങ്ങനെ ഈ ടൈമിൽ തന്നെ ഗോജോ ചിന്തിക്കുന്നുണ്ട്, അതായത് ഇവന് മഹാരോഗനെ ഇറക്കുന്ന ആ ടൈമിൽ തന്നെ ഇവന് എത്ര അറ്റാക്ക് കൊടുത്താലും അതെല്ലാം ഏൽക്കുന്നത് മിഗുമിൻ്റെ സോളിന് മാത്രമാണ്, അല്ലാണ്ട് സുക്കിനയ്ക്ക് ഒന്നും തന്നെ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗോജോ ഒന്നും ചെയ്യാതെ അവിടെ മാറി നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുന്ന സുക്കിനെ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ, നീ എന്നോട് ഫൈറ്റ് ചെയ്യാൻ വരുന്നില്ലേ? എന്താ നിനക്ക് പേടിയായോ? നീ എന്തോ ചിന്തിക്കുന്നുണ്ടോ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ ഗോജോ പറയുന്നുണ്ട്, ഇല്ല ഞാനൊന്നും ചിന്തിക്കുന്നില്ല, ഞാൻ വളരെ കൂളായിട്ട് തന്നെ നിൽക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗോജോ അവിടെ നിന്ന് സുക്കിനെ കളിയാക്കിയിട്ട് അവൻ പെട്ടെന്ന് തന്നെ അവൻ്റെ ഒരു പവർ യൂസ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ആ ടൈമിൽ തന്നെ ഗോജോൻ്റെ രണ്ട് മുക്കും ബ്ലഡ് ചാടി വരുന്നുണ്ട്. ഇത് കാണുന്ന സുക്കിനെ പറയുന്നുണ്ട്, എടാ നീ നിന്റെ ഡൊമൈൻ യൂസ് ചെയ്തിട്ടില്ലേ? നിന്റെ ബോഡി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വീക്കാണ്. നിന്റെ ബ്രെയിനെ അത് നന്നായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇനി അങ്ങോട്ട് ഡൊമൈൻ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് സുക്കിന അവൻ്റെ ഡൊമൈൻ എക്സ്പെൻഷൻ ഓൺ ആക്കാൻ പോകുന്നത്. ഇനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഡൊമൈൻ ഓൺ ആക്കേണ്ടതെന്ന്. പക്ഷേ ആ ടൈമിൽ തന്നെ അവിടെ വലിയൊരു പൊട്ടിത്തെറി നടക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ സുക്കിനിക്കും വയ്യാണ്ടായിട്ടുണ്ട്. അവൻ്റെ കണ്ണെന്ന് ചോര വരുന്നുണ്ട്. അതായത് ഗോജോയുടെ മൂക്കുന്നാണ് ഇവൻ്റെ കണ്ണെന്ന്. ഇത് കാണുന്ന ഗോജോ പറയുന്നുണ്ട്, എടാ നീ എന്നെ പോലെ തന്നെയാണല്ലേടാ, നിനക്കും വീക്കാവില്ലേ നിന്റെ ബോഡി എന്ന് പറയുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഇതൊക്കെ എൻ്റെ സ്റ്റുഡൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ നോക്കി കളിയാക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുക്കിനയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി ഡൊമൈൻ എക്സ്പെൻഷൻ ഓൺ ആക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവരായിട്ട് ഡയറക്റ്റ് ഫൈറ്റിന് പോവാം എന്ന് പറഞ്ഞിട്ട് ഇവർ ഫൈറ്റിന് പോകാൻ റെഡിയാകുന്നത് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ എൻഡാകുന്നത്.